ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസ് എങ്ങനെയെന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചത്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതോടുകൂടി ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് ഫൈനൽ അക്കൗണ്ട്സിനകത്ത് വരുന്നത്. സോ അപ്പോൾ അതിൽ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എപ്പോഴാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലായിരിക്കും എപ്പോഴും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ നമ്മൾ ട്രേഡ് എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ ബൈ ചെയ്തതിൻ്റെ സെല്ല് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ? അത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയത് എന്താണ്? നമ്മളിപ്പോൾ ഗുഡ്സ് വാങ്ങി വിൽക്കുക എല്ലാം ചെയ്തു. അപ്പം നമ്മളിപ്പോൾ വിറ്റതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്താണ് കിട്ടിയത്? പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു സാധനം മേടിച്ചു. ഞാനിപ്പം 30 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു. 30 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പെന്നാണ് മേടിച്ചതെന്ന് വെച്ചോ. എന്നിട്ട് ആ ഒരു പെന്ന് ഞാനൊരു 50 രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഓക്കെ, എത്രയാണ്? 30 രൂപയ്ക്ക് ഞാൻ പെൻ മേടിച്ചിട്ട് 50 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 20 റുപ്പീസാണ് എൻ്റെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സെല്ല് ചെയ്ത എമൗണ്ട് 50, വാങ്ങിച്ച എമൗണ്ട് 30. സോ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 20 റുപ്പീസാണ്. എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയതല്ലേ? കാരണം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് ഞാൻ വിറ്റ വില. അപ്പോൾ അതുകൊണ്ട് എന്താണ്? എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സെയിൽസ് മൈനസ് പർച്ചേസ് എന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഫോർമുല അതല്ല. ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റിൻ്റെ ഫോർമുലയാണ് sales minus cost of goods sold. ഓക്കെ, എന്താണ് ഇവിടെ ഫോർമുല? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? സെയിൽസ് ഓക്കെ, നമ്മൾ വിറ്റ സാധനമാണെന്ന് പറയാം. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഫോർമുല നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് purchases plus direct expenses minus closing stock. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഫോർമുല. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് ബാലൻസ് നാളത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണല്ലോ, അതുപോലെ തന്നെ സെയിം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ഇയർ തീർന്നപ്പോൾ എൻ്റെ ബാക്കി വന്ന സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അടുത്ത വർഷം അതെന്താവും? ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എന്താണ്? പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്കിപ്പം മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഉണ്ടാവും, അതുപോലെ വേജസ്, ഫ്രൈറ്റ് ചാർജ്, ക്യാരേജ് ഇൻവേർട്സ്, ഫാക്ടറി ഓവർഹെഡ്, ഇതൊക്കെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല ഇതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം.
ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിംഗ്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡ് എപ്പോഴും വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, തൊട്ട് താഴെയായിട്ട് എന്തായിരുന്നത്? പർച്ചേസസ്. ഇതിന്റെ താഴെയായിട്ടാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നത്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസസ് വരും, ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. ഓക്കെ, അപ്പൊ ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തായിരിക്കും? പർച്ചേസസ് ആണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. സെയിൽസ്. പിന്നെ എന്താണ് വരുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് രണ്ടുമാണ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഒരു? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ക്രെഡിറ്റ് സൈഡോ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇത്ര ഐറ്റംസ് എഴുതിയതിനു ശേഷം നമുക്കിത് ബാലൻസ് ചെയ്യാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നു, ലോസിനെ പറയുന്നത് ഗ്രോസ് ലോസ് എന്നാണ്. ഓക്കെ, പ്രോഫിറ്റിനെ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്നും ലോസിനെ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടിയ എമൗണ്ട് എന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന്. ഈ ഡെബിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ കിട്ടിയതല്ലോ, നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയത് ഗ്രോസ് ലോസ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നമുക്ക് വാല്യൂസ് എഴുതിയിട്ട് സോൾവ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 15,000. ഓക്കെ, ആൻഡ് പർച്ചേസസ് ഞാനിപ്പോൾ ഒരു 1 lakhനാണ് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചോ. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് മാത്രമായിരിക്കത്തില്ല ക്വസ്റ്റ്യനിൽ തരുന്നത്, ആ ഓരോരോ എക്സ്പെൻസസ് ആയിട്ടായിരിക്കും. അത് നമ്മൾ കാണിക്കണം. ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വേജസ് വന്നു. വേജസ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാം. വേജസ് ഒരു 5,000 rupees ആയെന്ന് വെച്ചു, ഇവിടെ കാണിച്ചു. അതുപോലെ എനിക്ക് ഫ്രൈറ്റ് ചാർജസ് വന്നു, അതൊരു 10,000 ആയി. പിന്നെ ക്യാരേജ് ഇൻവേർട്സ് വന്നു, അതൊരു 8,000 ആയി. അപ്പൊ ഞാൻ ഇതെല്ലാം കാണിച്ചു. സോ കാണിച്ചതിന് ശേഷം എന്ത് വേണം? ഇനി ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പൊ സെയിൽസിൽ നമുക്കിപ്പോൾ ഒരു 2 lakhനാണ് ഞാൻ സെയിൽ ചെയ്തതെന്ന് വെച്ചോ. ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു 20,000 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? രണ്ട് സൈഡും ബാലൻസ് ചെയ്യണം. ഇപ്പൊ എന്താണ്? ഈ സൈഡാണ് കൂടുതലായിട്ട് നമുക്കുള്ളത്, 2,20,000. അത് തന്നെ നമ്മൾ ഇവിടെ എടുത്ത് ബാലൻസ് ചെയ്യുന്നു. 2,20,000 രണ്ട് സൈഡും നമ്മളത് ബാലൻസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? പ്രോഫിറ്റ് ആണ് കിട്ടിയത് അല്ലേ. അപ്പൊ അത് നമ്മൾ ഇവിടെ കാണിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 47,000 ആണ് വരുന്നത്. ഓക്കെ, അത് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, ഇനി ഗ്രോസ് ലോസ് ആണ് കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഇപ്പം ഡെബിറ്റ് സൈഡാണ് കൂടുതലെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കിട്ടുന്ന എമൗണ്ട് കിട്ടും, അതായത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടിയത്, അത് ഇവിടെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ബാലൻസ് ക്യാരിഡ് ഔട്ട്. അതായത് ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ബാക്കി എഴുതാൻ രണ്ട് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇപ്പൊ പ്രോഫിറ്റ് ആണ് നമുക്ക് കൂടുതൽ, നമുക്കിപ്പോൾ എന്താണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടിയത്, അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞ ആ ഡിഫറൻസ് നമ്മൾ ഇവിടെ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ട്രേഡിംഗ് അക്കൗണ്ട്. ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.